നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ജി സുധാകരൻ. ഒരു കാലത്തും ജി സുധാകരനെ പാർട്ടി അവഗണിച്ചിട്ടില്ല ആർ നാസർ. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും വെള്ളാപ്പള്ളി നടേശനെ അയോഗ്യനാക്കി. സിനിമ സീരിയൽ നടൻ ഹരിമുരളി മരിച്ച നിലയിൽ. നൈസമോളുടെ ചിരിയിലെല്ലാം ഉണ്ട് റിമി ടോമി. നീ എന്റെ ചങ്കല്ലേ, കടി ഞാൻ കൊള്ളാം. കൂട്ടുകാരനെ രക്ഷിക്കാൻ നായയുടെ കടിയേറ്റ് 10 വയസ്സുകാരൻ. വിപുയി സാനു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. PRD പരസ്യം ഹർജി നൽകി UDFന് ഹൈക്കോടതിയിൽ തിരിച്ചടി. സാധാരണക്കാർക്ക് കേന്ദ്രത്തിന്റെ ഇരുട്ടടി. LPG ബുക്കിംഗിന് ഇനി 45 ദിവസത്തെ ഇടവേള. LPG ക്ഷാമം രൂക്ഷം. ലോക്ക്ഡൌണിലേക്ക് ഹോട്ടൽ കാറ്ററിംഗ് മേഖല. യുദ്ധം അവസാനിപ്പിക്കാൻ 3 നിബന്ധനകളുമായി ഇറാൻ. നിലപാട് വ്യക്തമാക്കി പ്രസിഡന്റ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. സിനിമ സീരിയൽ നടൻ ഹരിമുരളി മരിച്ച നിലയിൽ. പയ്യന്നൂരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സിനിമയിൽ ബാലതാരമായി തിളങ്ങിയ നടനാണ് ഹരിമുരളി. രസികൻ, അണ്ണൻ തമ്പി, മാടമ്പി തുടങ്ങിയ 15ഓളം സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചു. VFX ആർട്ടിസ്റ്റ് ആയിരുന്നു. മൃതദേഹം പയ്യന്നൂരിൽ ബേബി മെമ്മോറിയൽ ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രശസ്ത നാടക നടൻ പയ്യന്നൂർ മുരളിയുടെ മകനാണ്. AM നസീറിന്റെ സീരിയലിലൂടെ 4.5 വയസ്സിലാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ലാൽ ജോസ് സംവിധാനം ചെയ്ത രസികനിലൂടെയാണ് സിനിമയിലെ അരങ്ങേറ്റം. പഠനത്തിനായി കുറച്ചുനാൾ സിനിമയിൽ നിന്നും വിട്ടുനിന്നിരുന്നു. പിന്നീട് നാദിർഷ സംവിധാനം ചെയ്ത അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലെ ചെറിയ റോളിലൂടെയാണ് ഹരിമുരളി വീണ്ടും മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ദുരന്തകാലത്ത് തളരാതെ ജനങ്ങളെ ചേർത്ത് നിർത്തിയ സർക്കാരാണ് കേരളത്തിലേതെന്ന് പ്രമുഖ യുവ ഗായിക റിമി ടോമി പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ നിർമ്മിച്ചു നൽകിയ വീട് ഇതിനുദാഹരണമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മടിയിലിരിക്കുന്ന നൈസമോളുടെ മുഖത്ത് കാണുന്നു ആ ചിരി. സന്തോഷം നൽകുന്ന കാര്യമാണെന്നും PRD തയ്യാറാക്കിയ മുഖ്യമന്ത്രിയുടെ പ്രതിവാര പരിപാടിയായ നാം മുന്നോട്ടിൽ റിമി ടോമി പറഞ്ഞു. അവരുടെ വാക്കുകൾ. നിപ്പയും കോവിഡും പ്രളയവും പ്രകൃതിക്ഷോഭവും ഒക്കെ വരുമ്പോഴും ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളതെന്ന് നമുക്ക് അങ്ങേയറ്റം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ അടുത്ത് വയനാട് നടന്ന പ്രളയത്തിൽ നമ്മളെല്ലാവരും നടുങ്ങി വിറച്ചപ്പോൾ അതിൽ ഒറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട ഇരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഇതിന്റെ ആദ്യഘട്ടത്തിൽ 178 പേർക്കാണ് താമസിക്കാനുള്ള വീടും അതിനൊപ്പം തന്നെ ഒരു ടൗൺഷിപ്പും സർക്കാർ നൽകുന്നു എന്ന ഒരു സന്തോഷ വാർത്ത നമുക്ക് അങ്ങേയറ്റം അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും വലിയതാണ് പിണറായി സർക്കാരിന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞുവാവ നൈസമോളുടെ മുഖത്തു കാണുന്ന ആ ചിരി. അമ്പലപ്പുഴയിൽ നിന്നും സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് ജി സുധാകരൻ വ്യക്തമാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, ആരെയും വ്യക്തിഹത്യ ചെയ്യില്ല, ആരുടെയും പിന്തുണ വേണ്ട, ഒരു പാർട്ടിയിലും മുന്നണിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ജി സുധാകരൻ നിലപാട് വ്യക്തമാക്കിയത്. താൻ പാർട്ടി അംഗത്വം ഒഴിഞ്ഞുവെന്നും പാർട്ടി വിട്ടുവെന്നും ജി സുധാകരൻ പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ നിന്നും കൊണ്ട് പാർട്ടിയെ ചതിക്കുകയില്ല, പാർട്ടിയിൽ നിന്നും മാറിക്കൊടുത്തു. താൻ കാരണം പാർട്ടിക്ക് ഇനി തലവേദനയാകില്ലെന്നും സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ ഭൂരിപക്ഷം കുറഞ്ഞതിന് തനിക്കെതിരെ എളമരം കരീം അന്വേഷണം നടത്തി. 25 പേജിൽ താൻ കാര്യങ്ങൾ വിശദീകരിച്ചു. അത് വായിച്ചു നോക്കിയില്ല. കരീമിന്റെ റിപ്പോർട്ടിൽ തന്റെ വാദങ്ങൾ ചേർത്തില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ ആലപ്പുഴ ജില്ലയിലെ അംഗങ്ങൾ ഒഴികെ ആരും തന്നെ പിന്തുണച്ചില്ല. മറ്റുള്ളവർ നിശബ്ദരായിരുന്നു. അവർക്ക് കാര്യങ്ങൾ അറിയാമെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടില്ല, ഒരു ദൗത്യവുമായി ആരും എന്റെ അടുത്ത് വന്നിട്ടില്ല. ജി സുധാകരൻ വിമർശനങ്ങൾക്ക് കീഴടങ്ങില്ല, പാർട്ടി രീതി പറഞ്ഞുകൊണ്ടേയിരിക്കും. MLA മന്ത്രിയുമായി ഇനി എന്തായാൾക്ക് വേണ്ടതെന്നാണ് ചിലർ ചോദിക്കുന്നത്. അത് മാർക്സിസ്റ്റ് രീതിയല്ല. മരിക്കുന്നത് വരെ ലെനിൻ റഷ്യയിലെ ഭരണാധികാരിയായിരുന്നു. മാവോയും കാസ്ട്രോയും അധികാരത്തിലിരുന്നു. അവരോട് താഴെ ഇറങ്ങാൻ പറയുമോ എന്നും ജി സുധാകരൻ ചോദിച്ചു. ഒരു കാലത്തും ജി സുധാകരനെ പാർട്ടി അവഗണിച്ചിട്ടില്ല ആർ നാസർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ജി സുധാകരൻ സ്വീകരിച്ച നിലപാട് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേർന്നതല്ലെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ. പാർട്ടി അദ്ദേഹത്തെ ഒരു കാലത്തും അവഗണിച്ചിട്ടില്ലെന്നും കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള ഒരാളിൽ നിന്നും ഇത്തരമൊരു അപജയം പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും നാസർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് അദ്ദേഹം. 75 വയസ്സ് പൂർത്തിയായതിനെ തുടർന്നാണ് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവായത്. തുടർന്ന് ആലപ്പുഴയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു. ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ക്ഷണിതാവായി പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം തയ്യാറായില്ല. പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണത്തിൽ VS അച്യുതാനന്ദന് ശേഷം ദീപശിഖ തെളിയിക്കാനുള്ള പ്രധാന ചുമതല നൽകിയത് സുധാകരനാണ്.
അവഗണനയുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട ചടങ്ങിൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുമായിരുന്നോ എന്നും നാസർ ചോദിച്ചു. മെമ്പർഷിപ്പ് പുതുക്കാൻ അദ്ദേഹം തയ്യാറാകാത്തതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം. ബ്രാഞ്ച് സെക്രട്ടറി നൽകിയ അപേക്ഷാ ഫോം പൂരിപ്പിച്ചു നൽകാനോ വരിസംഖ്യ അടക്കാനോ അദ്ദേഹം തയ്യാറായില്ല. ചാനലുകളിലൂടെയാണ് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ലെന്ന വിവരം പാർട്ടി അറിയുന്നത്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ അദ്ദേഹം നേരത്തെ തന്നെ തയ്യാറെടുപ്പ് നടത്തിയിരുന്നുവെന്നും അതിന്റെ ഭാഗമായാണ് മെമ്പർഷിപ്പ് പുതുക്കാത്തതെന്നും നാസർ പറഞ്ഞു. മാർക്സിസം ലെനിനിസത്തെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു നേതാവിൽ നിന്നും ഇത്തരമൊരു അപജയം പാർട്ടി പ്രതീക്ഷിച്ചിരുന്നില്ല. അമ്പലപ്പുഴയിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും അദ്ദേഹം പിന്മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആർ നാസർ വ്യക്തമാക്കി. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് ജി സുധാകരൻ നേരത്തെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ഈ 5 ലക്ഷം പാർട്ടി മെമ്പർമാരിൽ 12 ആൾക്കല്ലേ മന്ത്രിമാരാകാൻ സാധിക്കുന്നുള്ളൂ. ഒരു 63 പേർക്കല്ലേ MLA-മാരാകാൻ സാധിക്കുന്നത്. ബാക്കി മഹാഭൂരിപക്ഷം ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ് ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാർ. അവരാണ് ഈ കേരളത്തിലെ പാർട്ടിയുടെ കരുത്ത്. ഇവിടുത്തെ വികസനങ്ങൾ വേറെ രാജ്യത്ത് നടക്കുന്നില്ല. ഗൗരി കിഷൻ. കേരളത്തിൽ നടക്കുന്ന വികസനങ്ങൾ വേറെ ഒരു രാജ്യത്ത് നടക്കുന്നില്ലെന്നോ പ്രമുഖ നടി ഗൗരി കിഷൻ. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങൾ നമുക്ക് തൊട്ടറിയാമെന്നും ഏറെക്കാലം ചെന്നൈയിലായിരുന്ന നടി പറഞ്ഞു. PRD തയ്യാറാക്കിയ മുഖ്യമന്ത്രിയുടെ പ്രതിവാര പരിപാടിയായ നാം മുന്നോട്ടിൽ സംസാരിക്കുകയായിരുന്നു ഗൗരി കിഷൻ. ഞാൻ ഇവിടെയല്ല വളർന്നത്, പക്ഷേ ചെന്നൈയിൽ വളർന്ന കാലം തൊട്ട് നാട്ടിൽ നടക്കുന്ന ഓരോ വികസനങ്ങളും ഡെവലപ്മെന്റ് മോൾസും ഒക്കെ ഞാൻ അപ്ഡേറ്റ് ആയിരുന്നു. അന്ന് തൊട്ട് ഭയങ്കര ഇംപ്രസ് ആയിരുന്നു. കേരളത്തിൽ നടക്കുന്ന വികസനങ്ങൾ വേറെ ഒരു രാജ്യത്തും നടക്കുന്നില്ലെന്നോ വിചാരിച്ച സമയത്താണ് ഞാനിപ്പോൾ നാട്ടിലേക്ക് മാറിയത്. നാട്ടിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ വ്യക്തിപരമായി തന്നെ ഇവിടെ നടക്കുന്നത് കാണുന്നുണ്ട്. ഇവിടുത്തെ ഹെൽത്ത് കെയർ പറയേണ്ടതുണ്ട് തന്നെയാണെന്നും പല ഫെസിലിറ്റികളും നമുക്ക് ഈസിയായി തന്നെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നും. പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പല പ്രശ്നങ്ങളും ഫീൽ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ കേരളത്തിൽ എനിക്ക് അത്രയും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നീ എന്റെ ചങ്കല്ലേ, കടിരാൻ കൊള്ളാം. കൂട്ടുകാരൻ രക്ഷിക്കാൻ നായയുടെ കടിയേറ്റ് 10 വയസ്സുകാരൻ. വീട്ടുമുറ്റത്ത് കൂട്ടുകാരനൊപ്പം കളിക്കുന്നതിനിടെയാണ് ക്രിസ് ആ കാഴ്ച കാണുന്നത്. കൂട്ടിൽ കിടന്ന വളർത്തുനായ പാനു വരുന്നു. കൂട്ടുകാരൻ ദർശന കടി ഉറപ്പ്. ക്രിസ് ഒന്നും ആലോചിച്ചില്ല. ദർശനെ വലിച്ചു പൊക്കി മുറ്റത്ത് നരികിലെ 4 അടി ഉയരമുള്ള കമ്പിവേലിക്ക് അപ്പുറത്തേക്ക് ഓടിയെത്തി നായയെ കാലുകൊണ്ട് ക്രിസ് ആവും വിധം തടയുകയും ചെയ്തു. നായ ശൗര്യം തീർത്തത് ക്രിസിനെ കടിച്ചാണ്. തിരുവല്ലയ്ക്കടുത്ത് പെരിങ്ങരവേങ്ങൽ തുമ്പുക്കൽ ജോസഫ് മാത്യുവിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. ജോസഫിന്റെയും സ്മിതയുടെയും 10 വയസ്സുകാരനായ മകൻ ക്രിസ് മാത്യു ജോസഫാണ് വീട്ടിൽ കളിക്കുന്നെത്തിയ കൂട്ടുകാരൻ ദർശൻ സതീഷിനെ വളർത്തുനായിൽ നിന്നും സാഹസികമായി രക്ഷിച്ചത്. ഡാഷ് ഇനത്തിൽപ്പെട്ടതാണ് നായ. ജോസഫിന്റെ അമ്മ സൂസമ്മ തീറ്റ നൽകാനായി കൂട് തുറന്നപ്പോഴാണ് നായ പുറത്തേക്ക് ചാടിയത്. ക്രിസിന്റെ വലതു തുടയിൽ ആഴത്തിൽ കടിയേറ്റു. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തന്നെ കടിച്ചെങ്കിലും കൂട്ടുകാരനൊന്നും സംഭവിച്ചില്ല എന്ന ആശ്വാസത്തിലാണ് ചങ്ങനാശ്ശേരി യാടി മേരി റാണി സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ക്രിസ്. VP സാനു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി VP സാനു നിയമിതനായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. SFI അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ്. വിദ്യാർത്ഥി രംഗത്ത് കൂടിയാണ് സാനു പൊതു പ്രവർത്തന രംഗത്ത് എത്തുന്നത്. മലപ്പുറത്തു നിന്നും 2 തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. ഹർജി നൽകിയ UDF-ന് ഹൈക്കോടതിയിൽ തിരിച്ചടി. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്ന ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പരസ്യങ്ങൾക്കെതിരെ UDF നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. PRTയുടെ പത്രപരസ്യങ്ങൾ തടയണമെന്ന കോൺഗ്രസ് ആവശ്യം കോടതി അംഗീകരിച്ചില്ല. സർക്കാരിന് പരസ്യങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി വ്യക്തമാക്കി. ഹർജിയിൽ ആക്ഷേപങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ബോധ്യപ്പെടുത്തുന്നതിനെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള ഇത്തരം ഹർജികൾ പൊതുതാൽപര്യ ഹർജിയായി പരിഗണിക്കാനാമോ എന്ന് കോടതി ആദ്യം പരിശോധിക്കും. PRT രേഖകൾ ഹാജരാക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി തള്ളി. ഇതോടെ സർക്കാരിന്റെ പ്രചരണ പരിപാടികൾക്ക് തടസ്സമില്ലെന്ന് ഉറപ്പായി. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വെള്ളാപ്പള്ളി നടേശനെ അയോഗ്യനാക്കി. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വെള്ളാപ്പള്ളി നടേശനെ അയോഗ്യനാക്കി ഹൈക്കോടതി. കമ്പനി ആക്ട് പ്രകാരമാണ് നടപടി. SNDP യോഗം ഡയറക്ടർമാരെയും അയോഗ്യരാക്കി. SNDP സംരക്ഷണ സമിതി നൽകിയ ഹർജി പരിഗണിച്ച് ജസ്റ്റിസ് TR ദേവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. 3 വർഷമായി കണക്കുകൾ ഹാജരാക്കിയില്ലെന്നാണ് പരാതി. 2024 മുതൽ ഹൈക്കോടതിയിലൂടെ മുന്നിലുള്ള കേസാണിത്. ഏറ്റവും കൂടുതൽ കാലം നേതൃത്വത്തിലിരുന്ന സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. 1995-96 വെള്ളാപ്പള്ളി ആദ്യമായി SNDP യോഗ ജനറൽ സെക്രട്ടറി ആയത്. SN ട്രസ്റ്റിന്റെ നേതൃത്വവും കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ.
പാചകവാത സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന ഇടവേളയിൽ മാറ്റം വരുത്തി കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമങ്ങൾ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ LPG സിലിണ്ടറുകൾ ഇപ്പോൾ 45 ദിവസത്തിന് ശേഷം മാത്രമേ ബുക്ക് ചെയ്യാൻ കഴിയൂ. അതേസമയം നഗരപ്രദേശങ്ങളിൽ 25 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ബുക്കിംഗ് നടത്താൻ കഴിയും. എന്നാൽ പാചകവാതകത്തിന്റെ ക്ഷാമം മൂലം നിരവധി ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങിയ സാഹചര്യത്തിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് പാർലമെന്റിൽ ആവർത്തിക്കുകയാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയിൽ ആവശ്യത്തിന് പാചകവാതകവും പെട്രോളിയവും ഡീസലും മണ്ണെണ്ണയും ലഭ്യമാണെന്നും ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വിതരണം സുരക്ഷിതമാണെന്നുമാണ് കേന്ദ്രമന്ത്രിയുടെ ന്യായീകരണം. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, പാചകവാതകം എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്നും ഇന്ധന ലഭ്യത സുരക്ഷിതമാണെന്നും കേന്ദ്ര സർക്കാർ വ്യാഴാഴ്ച പാർലമെന്റിൽ അറിയിച്ചു. രാജ്യത്തെ റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും വിതരണ ശൃംഖലകൾ സുഗമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ആവശ്യമായ സ്റ്റോക്ക് രാജ്യത്തിനുണ്ടെന്നും മന്ത്രി പറയുന്നു. അമേരിക്കയുമായി ഇസ്രായേലുമായി നിലനിൽക്കുന്ന കടുത്ത സൈനിക സംഘർഷം അവസാനിപ്പിക്കാൻ 3 പ്രധാന നിബന്ധനകൾ മുന്നോട്ട് വെച്ച് ഇറാന്റെ നിയമാനുസൃതമായ അവകാശങ്ങൾ അംഗീകരിക്കുക എന്നതാണ് ഇതിൽ പ്രധാനമെന്ന് പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ വ്യക്തമാക്കി. റഷ്യൻ പാകിസ്ഥാൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് അദ്ദേഹം രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാന്റെ നിയമാനുസൃതമായ അവകാശങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുക, യുദ്ധം മൂലം രാജ്യത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ നഷ്ടപരിഹാരം നൽകുക, ഭാവിയിൽ ഇറാന് നേരെ അധിനിവേശമോ ആക്രമണമോ ഉണ്ടാകില്ലെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പു നൽകുക എന്നിവയാണ് നിബന്ധനകൾ. അമേരിക്കയും ഇസ്രായേലുമാണ് ഈ യുദ്ധത്തിന് തിരികൊളുത്തിയതെന്ന് പെസെഷ്കിയാൻ പറഞ്ഞു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും എന്നാൽ ഉപാധികളില്ലാതെ കീഴടങ്ങില്ലെന്ന് തയ്യാറല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ സാമ്പത്തിക കേന്ദ്രങ്ങൾക്കോ തുറമുഖങ്ങൾക്കോ നേരെ ആക്രമണമുണ്ടായാൽ മേഖലയിലെ എല്ലാ തുറമുഖങ്ങളുമായും ബാധിക്കുന്ന തരത്തിലുള്ള ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ സായുധ സേനയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പഴനിശ്ശേരി മേൽപ്പാലം പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർ പരിശോധന നടത്തി. അറ്റകുറ്റപ്പണി പുരോഗമിക്കുന്ന പഴനിശ്ശേരി മേൽപ്പാലം KV സുമേഷ് MLA, പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ അജിത് രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. ആദ്യ കണക്കായതിനാലും ഇരട്ടിയിലധികം കേടുപാടുകൾ പരിശോധനയിൽ കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതിനാൽ കൂടുതൽ സൂക്ഷ്മമായ അറ്റകുറ്റപ്പണി ആവശ്യമാണെന്നും ചീഫ് എഞ്ചിനീയർ പറഞ്ഞു. നിലവിൽ പാലത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനായി പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. നിലവിലെ ടാറിംഗ് പാളി JCB ഉപയോഗിച്ച് പൂർണ്ണമായും ഇളക്കി മാറ്റിയാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. പാലത്തിന്റെ കേടുപണികൾ ഗൗരവമായതിനാൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിന് കാലതാമസം വേണ്ടിവരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അറ്റകുറ്റപ്പണി വേഗത്തിലാക്കാൻ KV സുമേഷ് MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നവീകരിച്ച മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു. സോളാർ പ്ലാന്റിന്റെ പ്രവൃത്തിക്ക് തുടക്കം. നവീകരിച്ച മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയവും സോളാർ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവൃത്തിയും രജിസ്ട്രേഷൻ മ്യൂസിയം, പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പെഷ്യൽ കൗൺസിൽ പ്രസിഡന്റ് PM അഖിൽ അധ്യക്ഷനായി. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ 1.25 കോടി രൂപ ചെലവിൽ മേപ്പിൾ വുഡ് ഫ്ലോറിംഗ് നവീകരണത്തിന് പൂർത്തിയായത്. സ്റ്റേഡിയത്തിലെ വൈദ്യുതി ആവശ്യങ്ങൾക്കായി സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. 40 കിലോവാട്ട്സ് ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് ആണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ VJ വിജയരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് MK ഷെരീഫ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആന്റണി സെബാസ്റ്റ്യൻ, നാരായണൻകുട്ടി, PC അസീഫ്, സൗവർണിക കൗൺസിൽ അംഗം ഡോക്ടർ PP അനീഷ്, MA നിക്കോളസ്, TV മദനൻ, VP പവിത്രൻ മാസ്റ്റർ, KK പവിത്രൻ മാസ്റ്റർ, ഷാഹിദ് പള്ളിക്കണ്ടി എന്നിവർ സംസാരിച്ചു. തൃശൂർ ചിമ്മിനിയിൽ കാട്ടാനാക്രമണം, ഫോറസ്റ്റ് വാച്ചർ കൊല്ലപ്പെട്ടു. ചിമ്മിനി ഉൾക്കാട്ടിൽ കാട്ടാനാക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർ കൊല്ലപ്പെട്ടു. എച്ചിപ്പാറ ആദിവാസി ഉന്നതിയിലെ മലയൻ വീട്ടിൽ കുമാർ 42 മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ വിറകുതോട് ഭാഗത്ത് ഫയർ ലൈൻ അളക്കുന്നതിനിടെയാണ് സംഭവം. 6 അംഗ സംഘത്തിന് നേരെയാണ് പിടിയാനയുടെ ആക്രമണം ഉണ്ടായത്. ആനയുടെ മുന്നിൽ അകപ്പെട്ട സംഘം പല വഴിക്കായി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അരമണിക്കൂറിന് ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് കാട്ടാന ആക്രമിച്ച നിലയിൽ കുമാറിനെ കണ്ടത്. കൂടെയുണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ബിന്നി, ശ്രീജിത്ത്, വാച്ചർമാരായ ഫാരിസ്, വിപിൻ, അനീഷ് എന്നിവർ ചേർന്ന് കുമാറിനെ കാടിന് പുറത്തെത്തിച്ചു വേലുപാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മൃതദേഹം മുളങ്കുന്നുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം പാലക്കാട് കൊട്ടോപ്പാടം പഞ്ചായത്തിലെ തിരുവീഴ്ക്കുന്നിൽ കാട്ടാനയായ തുരുത്തുന്നതിനിടെ തിരുവീഴകംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിലെ താൽക്കാലിക വാച്ചർ ഷൈജു കൊല്ലപ്പെട്ടിരുന്നു. ചൊവ്വ വൈകിട്ട് 5:30 സംഭവം. ആനയുടെ ചവിട്ടേറ്റ്
മരിച്ചത്. 10 പേരാണ് കാട്ടാനകളെ തുരത്താൻ പോയത്. ഇതിനിടയിൽ ആ ആന തിരിഞ്ഞ് ഷൈജുവിനെ ആക്രമിക്കുകയായിരുന്നു. നെഞ്ചിലും കാലിലും ചവിട്ടേറ്റ പരിക്ക് ഷൈജുവിനെ ഉടൻ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.